അയർലൻഡിലെ വിശുദ്ധ ബ്രിജിറ്റ് വളരെ സൗന്ദര്യവതിയായിരുന്നു. അവൾ പരിശുദ്ധ കന്യകയുടെ നേരെ അതീവ ഭക്തിയുള്ളവളുമായിരുന്നു. കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചു. ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ബ്രിജിറ്റ് കന്യാവ്രതം അർപ്പിച്ചതുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അവൾക്ക് ഒരു രോഗം പിടിപെട്ട് അവളുടെ സൗന്ദര്യത്തിന് കോട്ടം സംഭവിച്ചു. ശുദ്ധതയോടുള്ള സ്നേഹം നിമിത്തം അവൾ തന്നെ അവളുടെ മുഖം വിരൂപമാക്കി. തന്നിമിത്തം വിവാഹാലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു. കുറേനാൾ കഴിഞ്ഞ്, അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് ലഭിച്ചു. അവൾ പിന്നീട് പരിശുദ്ധ കന്യകയോട് ഏറ്റവും സാരൂപ്യം പ്രാപിച്ചു. അതിനാൽ അയർലൻഡിലെ മേരി എന്ന അപരാഭിധാനത്തിന് അർഹയായിത്തീർന്നു. എല്ലാ വിശുദ്ധരും അവരുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കന്യകയോട് അനാദൃശ്യമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു. അവൾ കന്യകകളുടെ രാജ്ഞിയാണ്. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്. ഇന്നത്തെ ലൈംഗിക അതിപ്രസരവാദം ശുദ്ധതയെ വളരെ അപകടത്തിലാക്കിയിരിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ, അങ്ങ് അവിടുത്തെ കന്യാവ്രതത്തെ ഏറ്റവും വിലമതിച്ചിരിക്കുന്നു. ദൈവമാതൃത്വം അങ്ങേക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി ഞങ്ങളുടെ ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഇന്ന് അനേകർ തങ്ങളുടെ ആത്മനൈർമല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു. അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ. കന്യാംബികയെ, അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധതയോടുള്ള സ്നേഹം നൽകുന്നത്. ഞങ്ങളും അതിനെ വിലമതിക്കുവാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ. സുഹൃത്ത് ജപം. കളങ്കരഹിതയായ കന്യകയെ, നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.